ഈ വിഷുദിനത്തിൽ നിങ്ങൾക്ക് ഞാനൊരു സസ്പെൻസ് തരാൻ പോകും, നിങ്ങൾക്ക് 3 പേർക്കും കൂടെ. ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമ്മോടൊപ്പം ഉണ്ട്, നമുക്ക് സ്വാഗതം ചെയ്യാം. സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ധൃതി വെക്കുകയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി. അതാണ്, തുടങ്ങിക്കോളൂ. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ആ ഒരു ആമയെന്നുള്ള ഒരു ശരിക്കും ഒരു ആദ്യത്തെ ഒരു 2-3 പോസ്റ്റേഴ്സ് നമ്മൾ റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുടെ എൻക്വയറീസും എന്താണ് ഈ സിനിമ പിടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് പിടി കിട്ടുന്നില്ല, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഇത്തരത്തിലുള്ളൊരു സിനിമയാണെന്ന് നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് തന്നെ പറഞ്ഞ് വെറുതെ വൺലൈനൊന്ന് വായിക്കും, ഞാൻ കുറച്ചു കാലമായിട്ട് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യാൻ മടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, എന്തായാലും ഒന്ന് വായിച്ചു നോക്ക്, അത് കഴിഞ്ഞിട്ട് നീ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നത്. ഈ വൺലൈൻ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഒരു മാർക്കേഴ്സിലേക്ക് ചെറുതൊക്കെ വായിക്കുന്ന ഫീൽ തോന്നി. ഭയങ്കര സർറിയലിസ്റ്റിക് ആണ്, വളരെ ആ വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു ഡിസൈൻസ് മനസ്സിൽ വന്നു. ലിജോയുടെ അടുത്ത് പറഞ്ഞാൽ നീ ഫ്രീ ആയിട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്തു. അപ്പൊ പിന്നെ ഞാനത് അങ്ങനെ ശ്രമിച്ചു നോക്കിയത്. അപ്പൊ ശരിക്കും നമ്മൾ തുടക്കത്തിൽ തന്നെയാണ് പേര് പറഞ്ഞപ്പോ തന്നെ ആദ്യം ലിജോ പറഞ്ഞ ഡിവൈൻ കോമഡി എന്നാണ്. അപ്പൊ ആത്മീയതയും പിന്നെ തമാശയും കൂടെ ഒരിക്കലും നടക്കില്ല. അപ്പൊ ആ ഒരു കോൺട്രാസ്റ്റ് എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഡിസൈനിൽ തുടക്കം മുതൽ ഞങ്ങൾ ശ്രമിച്ചത് ആ ഒരു കോൺട്രാസ്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ലിജോ ആദ്യത്തെ ഫസ്റ്റ് കാണിച്ചാൽ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ലിജോയുടെ ഒരു ബർത്ത്ഡേ ദിവസത്തില്ല ഇന്റർനെറ്റ് കണ്ടപ്പോൾ വലിയ അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതൊരു ധൈര്യമായി. അങ്ങനെ പിന്നെ എനിക്കൊന്ന് സാധാരണ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ സംവിധായകരായിട്ട് പറയും എന്തുകൊണ്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല, നമുക്ക് തകർക്കാൻ പറയും. ആ ശരങ്ങാനേരത്ത് പറഞ്ഞു അത് പറയില്ല, അത് പറയില്ല, ആ പേര് പറയില്ല. പക്ഷെ തലകൾ വെച്ചിട്ടുള്ള പോസ്റ്ററുകൾ തന്നെ ലാസ്റ്റ് നമുക്ക് നിർബന്ധമായിട്ട് ഇറക്കി വിടും. പക്ഷെ ലിജോ പറഞ്ഞ് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് സാഹചര്യത്തിന്റെ തല വേണ്ട, കുറച്ച് പിടിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ അത് അതുകൊണ്ട് ആദ്യം ഇറങ്ങിയ ശരിക്കും ഒരു ഇല്ലസ്ട്രേറ്റഡ് പോസ്റ്റർ, ആദ്യം ഇറങ്ങിയ 2-3 പോസ്റ്റേഴ്സ് ഒരു ഇല്ലസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. ഈ ദിനത്തിൽ, ഈ വിഷുദിനത്തിൽ ഈ ആമേനെ പറ്റി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈസ്റ്ററിന് തുടങ്ങിയ ആഘോഷം ഇപ്പോൾ വിഷു വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അന്നും ഇന്നും ഈസ്റ്ററിന് തുടങ്ങി ഇപ്പോൾ വിഷുവായിട്ടും നിറഞ്ഞ സദസ്സുകളിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു തിയേറ്ററിൽ ആമേൻ എന്ന ഒരു ദൃശ്യവിസ്മയം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിഷു കഴിഞ്ഞ് ഇനി ഓണക്കാലവും കഴിഞ്ഞ് ഈ സിനിമ ഒരുപാട് നാളുകൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.